പ്രിയ സഹോദരങ്ങളെ, അഗതികളുടെ അമ്മ മദർ തെരേസയെക്കുറിച്ചുള്ള ഈ പ്രോഗ്രാമിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് നിങ്ങൾക്കേവർക്കും ഹൃദ്യമായ സ്വാഗതം. അഗതികളായിട്ട് വഴിയിൽ കിടന്ന് മൃഗങ്ങളെപ്പോലെ മരിച്ചിരുന്നവരെ മദർ തെരേസ എങ്ങനെ മാലാഖമാരാക്കി സന്തോഷത്തോടെ മരിക്കാൻ സഹായിച്ചു, ആ കാളികെട്ടിലെ നിസ്വാർത്ഥ സേവനത്തെക്കുറിച്ച് നമ്മൾ വളരെ വിശദമായി കണ്ടു. അതുതന്നെയാണ് മദർ തെരേസയെ BBC-യുടെ ജേർണലിസ്റ്റായ മൽക്കം മക്ഗ്രിഡ്ജ് സംതിങ് ബ്യൂട്ടിഫുൾ ഗോർ അദ്ദേഹം ഒരു പുസ്തകം പോലെ എഴുതി. അങ്ങനെയാണ് പിന്നീട് മദർ തെരേസയ്ക്ക് നൊബൽ സമ്മാനം, പിന്നെ ലോകം മുഴുവൻ അമ്മയായി ആദരിക്കുവാൻ തുടങ്ങിയത്. മദർ തെരേസയുടെ ജീവിതത്തിലെ മറ്റൊരു പാഷൻ, അത് നമുക്ക് വേർതിരിക്കാൻ പറ്റില്ല. മരിക്കുന്നവരോട് മദർ തെരേസയ്ക്കുള്ള സ്നേഹം, നമ്മൾ അഗതികളുടെ അമ്മ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഓർഫൻസ്, നിരാലംബരായവർക്കും അമ്മയുടെ സ്നേഹം അത് വളരെ വിശേഷമായിരുന്നു. മദർ തെരേസ തന്നെ പറയുന്ന ഒരു വാക്കുണ്ട്, ഐ ആം എ പെൻസിൽ ഇൻ ദ ഹാൻഡ് ഓഫ് ഗോഡ്. അത് വളരെ പ്രസിദ്ധമാണ്. മദർ തെരേസ പറഞ്ഞ കൃത്യം വാക്കുകൾ, ഐ ആം എ ലിറ്റിൽ പെൻസിൽ ഇൻ ദ ഹാൻഡ് ഓഫ് ഗോഡ് ടു എക്സ്പ്രസ് ഹിസ് ലവ് ഫോർ ദ മാൻകൈൻഡ്. ദൈവത്തിൻ്റെ മനുഷ്യരാശിയോടുള്ള സ്നേഹം പ്രചരിപ്പിക്കാനുള്ള ഒരു പെൻസിലാണ് ഞാൻ. ആ ദൈവത്തിൻ്റെ സ്നേഹം തന്നെയാണ് മദർ തെരേസ ആതുര സേവനത്തിലൂടെയെല്ലാം നമ്മളുടെ മുമ്പിൽ കാണിച്ചു വെച്ചിട്ടുള്ളത്. അങ്ങനെ മദർ തെരേസ നമുക്ക് കാണാൻ പറ്റാത്തവരെ പോലും, അവർക്ക് വേണ്ടി പോലും മദർ തെരേസ ശബ്ദമുയർത്തി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് വിശ്വസിക്കുന്നു. കാരണം അബോർഷനെതിരെ, ഭ്രൂണഹത്യക്കെതിരെ ഒരു പ്രവാചകയായി മദർ തെരേസ മാറി. ആദ്യം നിർമ്മൽ ഹൃദയ തുടങ്ങി, അത് കഴിഞ്ഞ് മദർ തെരേസ പലയിടത്തും ശിശുഭവനുകൾ തുടങ്ങി. ശിശുഭവനിൽ എന്താണ് സംഭവിക്കുന്നത്? അൺവഡ് മദേഴ്സ്, വിവാഹിതരാകാതെ ഗർഭിണികളായവർക്ക് പ്രസവിച്ച് അവരുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ ഒരു അവസരം ഒരുക്കി കൊടുത്തു. കാരണം അബോർഷൻ തടയുക, അതായിരുന്നു മദർ തെരേസയുടെ ഏറ്റവും വലിയ ലക്ഷ്യം. അങ്ങനെ മദർ തെരേസ പല ഭാഗത്തും, ഇന്ത്യയിലും പുറത്തുമെല്ലാം ശിശുഭവൻ, കുട്ടികളുടെ കേന്ദ്രങ്ങൾ തുടങ്ങി. മദർ തെരേസയുടെ അനാഥരോടും അല്ലെങ്കിൽ ഗർഭസ്ഥ ശിശുക്കളോടുമുള്ള സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രകടനം വന്നത് എന്താണെന്നറിയും? മദർ തെരേസയ്ക്ക് നൊബേൽ സമ്മാനം കിട്ടിയതിന് ശേഷമായിരുന്നു. Let us all together thank God for this beautiful occasion where we can all together proclaim the joy of spreading peace, the joy of loving one another, and the joy acknowledging that the poorest of the poor are our brothers and sisters. 1979 മദർ തെരേസയ്ക്ക് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കൊടുത്തതിന് ശേഷം മദർ തെരേസയുടെ മറുപടി പ്രസംഗം, പലരും വിചാരിച്ചു മദർ തെരേസ അന്ന് ലോകത്തെ ബാധിച്ചിരുന്ന നാനാവിധ പ്രോബ്ലങ്ങളിലേക്കൊക്കെ ശ്രദ്ധ തിരിക്കുന്നതാണ്. പക്ഷെ മദർ തെരേസ പതിവ് പോലെ ദ പൂറസ്റ്റ് ഓഫ് ദ പൂർ എന്ന് പറഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞ മദർ തെരേസ പറഞ്ഞത് അബോർഷനെതിരെ വെല്ലുവിളിയാണ്. ഒരു പ്രവാചകയെ പോലെ മദർ തെരേസ പറഞ്ഞു, The greatest destroyer of peace today is the cry of the innocent unborn child. If a mother can murder her own child in her own womb, what is left for you and for me to kill each other? The greatest destroyer of peace today is the cry of the unborn in the wombs. എന്നിട്ട് മദർ തെരേസ പറഞ്ഞു, if a mother can murder her own child in her womb, what is left for you and me? ഒരു അമ്മ തന്നെ സ്വന്തം കുഞ്ഞിനെ ഗർഭപാത്രത്തിൽ കൊല്ലുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു വെല്ലുവിളിയാണ് മദർ തെരേസ ലോകത്ത് മുന്നിലിറക്കിയത്. ഗർഭസ്ഥ ശിശുക്കളെ കൊല്ലരുത്. അപ്പോൾ മദർ തെരേസ നോബൽ സമ്മാനത്തിൻ്റെ മറുപടി പ്രസംഗത്തിൽ തന്നെ ഇത് പറഞ്ഞപ്പോൾ അത് പലരെയും പ്രകോപിപ്പിച്ചു. അതുകൊണ്ട് തന്നെ മദർ തെരേസയുടെ വിമർശകരുടെ ഒരു വലിയൊരു സമൂഹം തന്നെ പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിൽ ഉയർന്നു.
അവർ മദർ തെരേസയ്ക്ക് ഒരു സിംഗിൾ പോയിൻ്റ് അജണ്ടയുള്ളൂ എന്ന് വരെ പറയാൻ തുടങ്ങി. അതിനിടയ്ക്ക് ഹെൽസ് ഏഞ്ചൽ, മദർ തെരേസയെക്കുറിച്ച് വളരെ ക്രിട്ടിക്കലായിട്ട് ക്രിസ്റ്റഫർ ഹിച്ചിൻസ് എന്ന് പറയുന്ന ഒരു ജേർണലിസ്റ്റ് ഇറക്കിയിട്ടുള്ള ഒരു ഡോക്യുമെൻ്ററിയാണ് ഹെൽസ് ഏഞ്ചൽ. അതിൽ അദ്ദേഹം ഒരു ലേഡി ജേർണലിസ്റ്റിനെ ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട്. ആ ജേർണലിസ്റ്റ് പറയുന്നു, ഞാൻ ഒരു വോളണ്ടിയറായി അഭിനയിച്ച് മദർ തെരേസയുടെ കേന്ദ്രങ്ങളിൽ കൽക്കട്ടയിൽ പോയി കണ്ടു. അവർ പറയുന്നത് എന്താണ്, അവിടെ അവരുടെ ട്രീറ്റ്മെൻറ്റ് പോരാ, ഇൻ്റർനാഷണൽ ഹൈ സ്റ്റാൻഡേർഡ് അല്ല, അവിടുത്തെ പ്രോസസ്സ്, അവരുപയോഗിക്കുന്ന മെഡിസിൻ, ഇതിന് സ്റ്റാൻഡേർഡ് പോരാ. ഇതെല്ലാം വളരെ വികലമായ വിമർശനമായിട്ടേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. കാരണം മദർ തെരേസ ഹൈടെക് ആശുപത്രിയല്ല നടത്തിയിരുന്നത്, അല്ലെങ്കിൽ യൂറോപ്യൻ കെയർ സെൻ്റർ അല്ല അത്. കൽക്കട്ടയിലെ ചേരികളിൽ മരിച്ചിരുന്നവർക്ക് അല്പം ആശ്വാസം കൊടുത്ത് സന്തോഷമായി സമാധാനമായി മരിക്കാനാണ് മദർ തെരേസ ഒരുക്കിയിരുന്നത്. മദർ തെരേസയ്ക്ക് ബാങ്ക് ബാലൻസോ ഫണ്ടിങ് ഏജൻസിയോ ഒന്നുമില്ല. ആരെങ്കിലും എന്തെങ്കിലും ഡൊണേഷനായി കൊടുത്ത് അതൊക്കെ വെച്ച് പറ്റാവുന്ന ചെറിയ മരുന്നുകളൊക്കെ ഉപയോഗിച്ച്, അപ്പോൾ ഇവരൊന്നും മെഡിക്കൽ പ്രൊഫഷണൽസ് അല്ല എന്നൊക്കെ പറഞ്ഞ് ഒരു വെസ്റ്റേൺ രീതിയിൽ മദർ തെരേസയ്ക്കെതിരെ വിമർശനം ഉയർന്നു. അത് കഴിഞ്ഞ് ക്രിസ്റ്റഫർ ഹിച്ചിൻസ് തന്നെ മദർ തെരേസയ്ക്കെതിരെ തൻ്റെ ശക്തമായ ആരോപണം തൊടുത്തുവിട്ടു. എന്താണ്, മദർ തെരേസ അബോർഷനെതിരെ വെല്ലുവിളിക്കുന്നു, അത് സിംഗിൾ പോയിൻ്റ് അജണ്ടയാണ്, വറ്റിക്കാൻ്റെ ഏജൻ്റാണെന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ ചെയ്തു. പക്ഷെ പല വിമർശനങ്ങളുണ്ടായാലും മദർ തെരേസ ഒരിക്കലും തൻ്റെ ബോധ്യങ്ങളിൽ നിന്ന് പിന്മാറിയില്ല. ഞാൻ മദർ തെരേസയെ ആദ്യമായി കണ്ടത് തൃശ്ശൂരിൽ വെച്ചാണ്. 1981 മദർ തെരേസ തൃശ്ശൂരിൽ വന്നപ്പോൾ, തൃശ്ശൂരിലെ തേക്കിൻകാട് മൈതാനിയിൽ ഒരു പൊതുജന സമ്മേളനത്തെ മദർ തെരേസ അഭിസംബോധന ചെയ്തു. അന്ന് മദർ തെരേസ പറഞ്ഞത് എന്താണ്, ഇഫ് യു ആർ അഫ്രൈഡ് ഓഫ് ദീസ് ചിൽഡ്രൻ, ഡോണ്ട് കിൽ ദം, ഗിവ് ദം ടു അസ്, വി വിൽ ടേക്ക് കെയർ ഓഫ് ദം. നിങ്ങളുടെ ഗർഭത്തിലുള്ള കുട്ടികളെ നിങ്ങൾക്ക് പേടിയാണെങ്കിൽ നിങ്ങൾ അവരെ ദയവായി കൊല്ലരുത്, അവരെനിക്ക് തരൂ, ഞങ്ങളവരെ നോക്കിക്കൊള്ളാം. ഇതാണ് മദർ തെരേസയുടെ നൂറുകണക്കിന് ശിശുഭവനുകളുടെ അടിസ്ഥാനം. മദർ തെരേസയുടെ ഏറ്റവും വലിയ ശിശുഭവൻ എന്ന് പറയുന്നത് കൽക്കട്ടയിലെ മദർ ഹൗസിനും അടുത്ത് തന്നെ 2 ബ്ലോക്ക് കഴിഞ്ഞാൽ അടുത്ത ഒരു ബിൽഡിംഗാണ് ശിശുഭവൻ. വിവാഹിതരാകാതെ ഗർഭിണിയായി ആ കുഞ്ഞിനെ അബോർഷൻ ചെയ്യുന്നത് ഒഴിവാക്കാൻ വേണ്ടി അവർ ആ ശിശുഭവനിൽ വന്ന് വളരെ രഹസ്യമായി പ്രസവം കഴിയുന്നത് വരെ അവിടെ താമസിച്ച് കുഞ്ഞുങ്ങളെ മദർ തെരേസയുടെ ശുശ്രൂഷയിൽ ഏൽപ്പിച്ചു പോകുന്നൊരു സംവിധാനം കൂടിയാണ്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചും വിശ്വാസമുള്ളവർ മാത്രമേ ആ ഭവനങ്ങളിൽ അവർ പ്രവേശിപ്പിച്ചിരുന്നുള്ളൂ. ഇന്ത്യയിൽ പലയിടത്തും ശിശുഭവനുണ്ട്, ഡൽഹിയിലുണ്ട്, എറണാകുളത്തുണ്ട്, അങ്ങനെ ഇന്ത്യ പല വലിയ സിറ്റികളെല്ലാം മദർ തെരേസയുടെ ശിശുഭവനുകളുണ്ട്. ആ ശിശുഭവനിലൊക്കെ ഒരുപാട് പേര് പോയി കാണുന്നുണ്ട്, അവരോട് അടുത്ത് പെരുമാറുന്നുണ്ട്. അവിടെ പോയി കണ്ടാലത്തെ കാഴ്ച എന്തൊരു സന്തോഷമാണെന്നറിയും. കൊച്ചു കുട്ടികൾ, ഒന്നല്ല 10ഉം 20ഉം കുട്ടികളൊക്കെ ഒരേ സമയം കളിച്ച് തുള്ളിച്ചാടി ഓരോ സിസ്റ്റേഴ്സിൻ്റെ മേൽ കൈപ്പിടിച്ച്, ഒരാൾ കയ്യിൽ, ഒരാൾ മടിയിൽ, ഒരാൾ അപ്പോൾ എന്നെ എടുക്കണമെന്ന് പറയുന്ന കരയുന്ന സീനുകളൊക്കെ നമുക്ക് കാണാം. തൃശ്ശൂരിലുള്ള എൻ്റെ ആൻറ്റി ഒരിക്കൽ എന്നോട് പറഞ്ഞു, മോനെ നീ ഡൽഹി ചെല്ലുമ്പോൾ എൻ്റെ മോളോട് പറയൂ, മകള് സിസ്റ്റർ ഡൽഹിയിലെ മിഷണറീസ് ഓഫ് ചാരിറ്റി റീജിയണൽ സെൻറ്ററും അതുപോലെ അവിടുത്തെ ശിശുഭവൻ കൂടിയായ സെൻറ്ററിലാണ്. സിസ്റ്ററിനോട് നീ പറയണം, എന്താണ് അമ്മയ്ക്ക് കംപ്ലൈൻ്റ് ആണ്, നീ എഴുത്തൊന്നും എഴുതുന്നില്ല എന്ന്. ഞാൻ സിസ്റ്ററിനെ കണ്ടപ്പോൾ പറഞ്ഞു, അമ്മ ഭയങ്കര കംപ്ലൈൻ്റാണ്, എന്താ എഴുത്തൊന്നും എഴുതുന്നില്ലെന്ന്. അപ്പോൾ സിസ്റ്റർ മറുപടി പറയുകയാണ്, അമ്മ ഞങ്ങളോട് പറയാറുണ്ട്, ഞാൻ നിങ്ങളെ 6 മക്കളെ വളർത്താൻ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന്. അപ്പം നീ അമ്മയോടൊന്ന് പറയേ, ഞാൻ 30 കുട്ടികളെയാണ് ഞാൻ നോക്കുന്നത്. ഒരു രാത്രിയിൽ ഒരു കുഞ്ഞ് കരഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓരോരുത്തരെ, കാരണം ഇൻക്യുബേറ്റർ തൊട്ട് 2 വയസ്സ് 3 വയസ്സുള്ള കുട്ടികൾ മാത്രമുള്ള സെക്ഷനാണ്. ഡൽഹിയിൽ സർക്കാർ ആശുപത്രിയിൽ പോലും ഇങ്ങനെ അൺവെഡായിട്ടോ പല സാഹചര്യത്തിലോ കൊച്ചിന് വേണ്ട എന്നുള്ള ഒരു ആശുപത്രിയിൽ ഉപേക്ഷിച്ച് പോകുന്നൊരു സിസ്റ്റമുണ്ട്. ആ കൊച്ചുങ്ങളെ ഉടൻ തന്നെ സർക്കാർ എടുത്ത് കൊടുത്തയക്കുന്നത് മദർ തെരേസയുടെ ശിശുഭവനിലേക്കാണ്. അവിടെ പോളിയോ പിടിച്ച കുട്ടികളുണ്ട്, വികലാംഗരുണ്ട്, മന്ദബുദ്ധികൾ, എല്ലാതരം കുട്ടികളുണ്ട്. അപ്പോൾ ഈ കൊച്ചു കുട്ടികളെ 30 പേരെ ഒരു സിസ്റ്റർ എന്ന് പറഞ്ഞ ഡ്യൂട്ടി മറ്റുള്ളവർ സഹായിക്കാനുണ്ട്. എന്നാലും ഒരു ഇൻചാർജുള്ള സിസ്റ്റർ ഒരു കൊച്ചു കരഞ്ഞാൽ പിന്നെ മറ്റെല്ലാ കുട്ടികളും കരയാൻ തുടങ്ങും. അപ്പോൾ ആ സിസ്റ്റർ പറയാൻ, അമ്മയോട് പറയേ, ഞാൻ 30 മക്കളെയാണ് നോക്കുന്നതെന്ന്. അത്രയും ശ്രദ്ധയോടെയാണ് ഓരോ സിസ്റ്റേഴ്സും ഈ ലോകത്തെമ്പാടുമുള്ള അവരുടെ മദർ തെരേസയുടെ ശിശുഭവനുകളിൽ മറ്റുള്ളവരെ, ഈ കുഞ്ഞുങ്ങളെ ശുശ്രൂഷിക്കുന്നത്. But I work in Bermondsey.
I was born in Calcutta, but I was made here in London. I'm heading to my office in Bermondsey so that I can start to think about my Mother Teresa project. ഈ കാണുന്ന പയ്യൻ, നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കിയ ഈ സുമുഖനായ ചെറുപ്പക്കാരൻ, ക്രച്ചസ് ഉണ്ട്, കാരണം നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ ചെറിയ വിമാനങ്ങൾ പറപ്പിക്കാനുള്ള ലൈസൻസ് ഉണ്ട്, ലണ്ടനിൽ മ്യൂസിക് സ്റ്റുഡിയോ നടത്തുന്നു. പക്ഷേ ഈ ചെറുപ്പക്കാരൻ കൽക്കട്ടയിലെ തെരുവീതിയിൽ സ്വന്തം അമ്മ പോളിയോ ബാധിച്ചത് കൊണ്ട് ഉപേക്ഷിച്ചു പോയ കൊച്ചുകുട്ടിയായിരുന്നു. ആരോ എടുത്ത ഈ കൊച്ചിനെ മദർ തെരേസയുടെ ശിശുഭവനിൽ എത്തിച്ചു. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ അവിടെ മദർ തെരേസയുടെ എല്ലാ കേന്ദ്രങ്ങളിലും വോളണ്ടിയേഴ്സ് ഉണ്ട്. ഇപ്പം നമ്മൾ ഏത് സിറ്റിയിൽ പോയിക്കാലും, കാരണം മദർ തെരേസയുടെ സിസ്റ്റേഴ്സ് ചെയ്യുന്ന സേവനം ലോകത്തിൽ ആർക്കും മാച്ച് ചെയ്യാൻ പറ്റില്ല, അൺമാച്ചബിളാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒന്ന് പോയി കണ്ടവർ വീണ്ടും പോകും. അപ്പോൾ അങ്ങനെ മദർ തെരേസയുടെ ഈ കൽക്കട്ടയിലെ ശിശുഭവനിൽ വോളണ്ടിയറായിട്ട് വരുന്ന ഒരു ലണ്ടനിലെ ഒരു ന്യൂക്ലിയർ സയൻറ്റിസ്റ്റ് പട്രീഷ്യ ലെവിസ്. ഈ പട്രീഷ്യ ലണ്ടനിലെ വളരെ ധനിക കുടുംബത്തിലെ ഒരു സയൻറ്റിസ്റ്റാണ്. അവരങ്ങനെ വർഷങ്ങൾ ഹോളിഡേയ്സിനായിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഗൗതം എന്ന കൊച്ചിനെ പരിചയപ്പെടുകയാണ്. വികലാംഗനാണ്, നടക്കാൻ പറ്റില്ല, അവൻ കിടന്ന് ഇഴയാണ്, പോളിയോ പിടിച്ച് കാലിന് തളർവാദം പിടിച്ച പയ്യനാണ്. അപ്പോൾ ഈ ഗൗതം ഇങ്ങനെ കിടന്ന് ഇഴയുമ്പോൾ പതുക്കെ പതുക്കെ പട്രീഷ്യയോട് വളരെ അടുപ്പമായി. പട്രീഷ്യയെ വിട്ടുപോകുന്നില്ല. അവസാനം പട്രീഷ്യ ഗൗതമിനെ അഡോപ്റ്റ് ചെയ്ത് ലണ്ടനിലേക്ക് ദത്തെടുത്ത് ലണ്ടനിലേക്ക് കൊണ്ടുപോയി. ആ ഗൗതം ഇന്ന് ഒരു സെലിബ്രിറ്റിയാണ്. This is one of the earliest photographs I have from Calcutta. I was probably about 5 years old. മദർ തെരേസയുടെ കാനനൈസേഷൻ നടക്കുമ്പോൾ ലൈറ്റ് കമേഴ്സ്യൽ പൈലറ്റായ, വലിയ വിമാനങ്ങൾ പറത്താൻ പറ്റില്ലെങ്കിലും ചെറു വിമാനം പറത്താൻ അവകാശമുള്ള, മറ്റുള്ളവർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന ഫ്രീഡം ഇൻ എയർ എന്ന് ക്യാമ്പയിൻ പോലും ചെയ്യുന്ന ഈ ഗൗതം വളർത്തമ്മയായ പട്രീഷ്യ ലെവിസിനോടൊപ്പം കൽക്കട്ടയിൽ വന്ന് അവിടുത്തെ ആർച്ച് ബിഷപ്പിനോടൊപ്പം ഒരു പത്രസമ്മേളനമെല്ലാം ചെയ്തു. സഹോദരങ്ങളെ, മദർ തെരേസ അബോർഷനെതിരെ പോരാടി തുടങ്ങിവെച്ച ഈ യുദ്ധത്തിൻ്റെ ഫലമായിട്ട് ഇന്ന് ലോകത്തിൻ്റെ നാനാഭാഗത്ത് ആയിരങ്ങൾ എന്ന് പറയാം. കാരണം ഞാൻ മദർ തെരേസയെ 1995 ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ മദർ തെരേസ പറഞ്ഞു, ഞങ്ങൾ കൽക്കട്ടയിൽ മാത്രം 1000-ലേറെ കുട്ടികളെ ദത്തെടുക്കാൻ കൊടുത്തിട്ടുണ്ട്. കാരണം അത്രയധികം അനാഥരാണ് ഓരോ കുടുംബങ്ങളിൽ നിന്ന്. പലർക്കും ഒരുപക്ഷെ അറിയില്ലായിരിക്കും, പല സാഹചര്യത്തിൽ. എന്തായാലും മദർ തെരേസ ഈ തുടങ്ങിവെച്ച, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മാഗ്നറ്റ് ഓഫ് ലവ്, സ്നേഹത്തിൻ്റെ കാന്തം വ്യാപിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം നമ്മളിനി ചൈന അതിർത്തിയിൽ ഭൂട്ടാനും ബംഗ്ലാദേശും മ്യാൻമാറും ഒക്കെ ചുറ്റിക്കിടക്കുന്ന അരുണാചൽ പ്രദേശിലേക്ക് പോവുകയാണ്. അവിടുത്തെ ആൾക്കാരെന്ന് പറഞ്ഞാൽ എല്ലാം ആദിവാസി ട്രൈബൽസ്. അവരെ ഒരു ട്രൈബ് മറ്റൊരു ട്രൈബിനെ ജന്മശത്രുവായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് അവരെല്ലാം മലമുകളിലാണ് താമസിക്കുന്നത്. ഈ മലമുകളിൽ താമസിക്കുന്ന ട്രൈബൽസ് എന്താ ചെയ്യുന്നത്? മറ്റു വർഗത്തെ ശത്രുവായി കാണുന്നത് കൊണ്ട് കണ്ടാൽ അപ്പോൾ കൊല്ലും. മൃഗങ്ങളെ വേട്ടയാടുന്ന പോലെ മറ്റ് ആദിവാസികളെ കൊന്ന്, അവരുടെ ആചാരം എന്താ ചെയ്യും, നമ്മൾ കേട്ടാൽ ഞെട്ടിപ്പോകും. കൊന്നു കഴിഞ്ഞാൽ അവൻ്റെ തല കൊണ്ടുവന്ന്, അത് സ്ത്രീയാണെങ്കിൽ അതിന് വിശേഷമാണ്, ആ തല കൊണ്ട് മാംസം കളഞ്ഞ് വീടിൻ്റെ അകത്ത് ട്രോഫി ആയിട്ട് വയ്ക്കും. കൊന്ന്. അപ്പം ഞാൻ ഒരാളെ കൊന്നുണ്ട്, അല്ലെങ്കിൽ 2 ആളെ കൊന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ചിലർ എന്നോട് പറയുകയാണ്, അരുണാചലിലൊക്കെ ഒരുപാട് യാത്ര ചെയ്തിട്ടുള്ളതാണ്, ഞാൻ പറയുകയാണ്, അമ്മ മകനോട് പറയാണ്, മോനെ നിൻ്റെ അപ്പൻ 3 പേരെ കൊന്നുണ്ട്, അതുകൊണ്ട് നീ 5 പേരെയെങ്കിലും തലവെട്ടി കൊണ്ടുവരണം എന്നാണ്. അപ്പം അങ്ങനെ തലവെട്ടി അത് ആഘോഷിച്ച് ഹെഡ് ഹണ്ടേഴ്സ്, ചുരുക്കി പറഞ്ഞാൽ ഹെഡ് ഹണ്ടേഴ്സ് ആയിട്ടുള്ള മനുഷ്യരാണ് അവർ. അപ്പോൾ അവരുടെ ഇടയിൽ ഒരുപാട് സൂപ്പർസ്റ്റിഷൻസ് ഉണ്ട്. സൂപ്പർസ്റ്റിഷൻ എന്തൊക്കെയാണ്? ഇരട്ടക്കുട്ടികൾ ജനിച്ചാൽ അത് ശാപമാണ്. അല്ലെങ്കിൽ ക്ലെഫ്റ്റ് ലിപ്പ്, മുറിച്ചുണ്ടുള്ളായ കുട്ടികളുണ്ടായാലും ഓരോ കയ്യിലും 6 വിരൽ. നമുക്കറിയാം, എനിക്കൊരു ക്ലാസ്മേറ്റ് ഉണ്ടായിരുന്നു, ഞങ്ങൾ അവനെ 24 എന്ന് വിളിക്കുക. കാരണം ഓരോ കയ്യിലും അവന് 6 വിരലാണ്. അപ്പോൾ അങ്ങനെയുള്ളവരെയൊക്കെ ഉടൻ തന്നെ കൊല്ലും. കാരണം അത് ശാപമാണെന്നാണ്. അതൊരു ഭയങ്കര ശാപമാണ്, ദോഷം ചെയ്യും, അവരുടെ വിശ്വാസമാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കുട്ടികളെ, ഇരട്ടക്കുട്ടികളെ, മുറിച്ചുണ്ടുള്ള കുട്ടികളെ, വികലാംഗരെ,
അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും വൈകല്യം ഉണ്ടെങ്കിൽ ഉടൻ തന്നെ അവരത് വെട്ടിക്കൊല്ലും. കാരണം ഓരോരുത്തരും വാളുകൊണ്ട് നടക്കുന്ന മനുഷ്യരാണ്. അത്തരം സാഹചര്യത്തിലാണ് അരുണാചലിൽ കത്തോലിക്ക മിഷണറിമാർ കാലുകുത്തുന്നത്. അരുണാചൽ പ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനത്തിൽ 2 രൂപതയേ ഉള്ളൂ, ഇറ്റാനഗറും മിയാവും. ഇറ്റാനഗർ രൂപത വടക്കൻ ഭാഗത്തും അരുണാചലിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള രൂപതയാണ് മിയാവ്. ആ മിയാവ രൂപതയുടെ ബിഷപ്പായ ബിഷപ്പ് PK ജോർജ് 80കൾ മുതൽ അവിടെ ഒരു വൈദികനായിട്ട് സേവനം ചെയ്തിട്ടുള്ളതാണ്. ബർദൂരിയ എന്ന് പറയുന്ന ഒരു പാരിഷ്, അവിടെയാണ് അരുണാചലിലെ ആദ്യത്തെ കത്തോലിക്ക പള്ളി സ്ഥാപിച്ചത് 1978. അപ്പോൾ ഈ PK ജോർജ് എന്നാണ് അച്ഛൻ അറിയപ്പെട്ടിരുന്നത്. അച്ഛൻ വികാരിയായിരുന്ന ബർദൂരിയയിലെ ഈ പ്രശ്നങ്ങളൊക്കെ കണ്ട് അവർ മടുത്തു. അപ്പോൾ അവിടെ കുറച്ച് വിദ്യാഭ്യാസം കിട്ടിയവരൊക്കെ ഉണ്ട്, പുറത്ത് പോയി മറ്റു സംസ്ഥാനങ്ങളിൽ പോയി പഠിച്ചവരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ തോന്നി ഇതെങ്ങനെയാണ് നമ്മളിത് ഈ അന്ധവിശ്വാസത്തെയൊക്കെ നേരിടുക. അവസാനം ഫാദർ PK ജോർജ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവരെല്ലാം കൂടി തീരുമാനിച്ചു, നമുക്ക് മദർ തെരേസയെ അങ്ങോട്ട് വിളിക്കാമെന്ന്. അങ്ങനെ 1993 ഓഗസ്റ്റിൽ മദർ തെരേസ അരുണാചലിൽ കാലുകുത്തി ബർദൂരിയയിലെത്തി. അവിടെ അന്ന് പുതിയ പള്ളി ഉദ്ഘാടനം ചെയ്തു. അതുമാത്രമല്ല, മദർ തെരേസയെ കൊണ്ട് അവിടെ ഒരു ശിശുഭവൻ തുടങ്ങി. അങ്ങനെ ആ ശിശുഭവൻ അടിസ്ഥാനമാക്കി സിസ്റ്റേഴ്സും വോളണ്ടിയേഴ്സും വിദ്യാസമ്പന്നരെല്ലാം കൂടി ഗ്രാമം തോറും കയറി ഇറങ്ങി അവരെ മനസ്സിലാക്കി ഇതെല്ലാം വലിയ കുറ്റമാണ്, ഈ ഇരട്ടക്കുട്ടികളെ കൊല്ലുന്നത്, അല്ലെങ്കിൽ മുറിച്ചുകൊണ്ടുള്ള കുട്ടികളെ കൊല്ലുന്നത്, വികലാംഗരെ കൊല്ലുന്നതെല്ലാം പാപമാണ്, ശാപമാണ് എന്ന് മനസ്സിലാക്കി പതുക്കെ ആ കുട്ടികളൊക്കെ അവർ നോക്കാൻ ദത്തെടുക്കാൻ തുടങ്ങി. ഇപ്പോൾ അരുണാചലിൽ ആരും ഇരട്ടക്കുട്ടികളെ കൊല്ലുന്നില്ല, വികലാംഗരെ കൊല്ലുന്നില്ല. ഇതെല്ലാം ആ മദർ തെരേസ എന്ന മാഗ്നറ്റ് വഴിയാണ് അവർ മാറ്റിയെടുത്തത്. ഡിഗ്രിയൊക്കെ കഴിഞ്ഞ ഒരു രാഷ്ട്രീയക്കാരൻ എന്നോട് പറയുകയാണ്, ഞാനാണ് ഇവിടുത്തെ ആദ്യത്തെ ഗ്രാജുവേറ്റ്. അദ്ദേഹം എന്നോട് പറയുകയാണ്, ഞങ്ങൾ മൃഗങ്ങളായിരുന്നു, ഈ ക്രിസ്ത്യാനികൾ മിഷണറിമാർ ഞങ്ങളെ മനുഷ്യരാക്കി മാറ്റി. ഈ അരുണാചലിലെ മൃഗങ്ങളെപ്പോലെ ജീവിച്ചിരുന്ന ഈ മനുഷ്യനെപ്പോലും മൃഗങ്ങളെപ്പോലെ വേട്ടയാടിയിരുന്ന ആദിവാസികളെ മനുഷ്യരാക്കി മാറ്റുന്ന ആ ഹ്യൂമനൈസിങ് പ്രോസസ്സിൽ മദർ തെരേസയ്ക്കും വലിയൊരു പങ്കുണ്ടായിരുന്നു. അങ്ങനെ മദർ തെരേസ ഈ ബർദൂരിയയിൽ ശിശുഭവൻ ആരംഭിക്കാൻ എത്തിയപ്പോൾ അവിടെ സന്തോഷത്തോടെ തുള്ളിച്ചാടിയ ഒരു പെൺകുട്ടി നിൽക്കുന്നുണ്ടായിരുന്നു, ആഡലിൻ, 16 വയസ്സുള്ള. കാരണം ഇപ്പോൾ എല്ലാവരും പറയുന്നത് എനിക്ക് ഫേസ്ബുക്ക് അക്കൗണ്ടാണ്. പണ്ട് കാലത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിച്ചവർക്കൊക്കെ ഉള്ളതാണ് പെൻ പാൽസ് എന്നാണ്, പെൻ ഫ്രണ്ട്. അങ്ങനെ അവരെ ഈ ടീനേജർ എന്ന് പറഞ്ഞ മാഗസിനിലൂടെയൊക്കെ മദർ തെരേസയായിട്ട് പെൻ ഫ്രണ്ടാക്കി. ഈ ആഡലിന് ഒരിക്കലും ഒരു ലെറ്റർ പോലും കിട്ടിയിരുന്നു മദർ തെരേസ. അങ്ങനെ ആ മദർ തെരേസയെ നേരിട്ട് കണ്ട സന്തോഷത്തിൽ ആഡലിന് അവിടെ നിൽക്കുമ്പോൾ മദർ ആഡലിനോട് ചോദിച്ചു, അപ്പോൾ 10ാം ക്ലാസ് പാസ്സായിട്ടുണ്ട് ആഡലിൻ, ഡു യു വാണ്ട് ടു ജോയിൻ us, ഞങ്ങളുടെ കൂടെ പോരുന്നോ എന്ന് ചോദിച്ചു. ഒരു വീണ്ടും വിചാരമില്ലാതെ ആഡലിൻ പറഞ്ഞു യെസ് എന്ന് പറഞ്ഞ് ആഡലിൻ ഇറങ്ങി. അങ്ങനെ ആഡലിൻ അരുണാചൽ പ്രദേശിലെ ആദ്യത്തെ കത്തോലിക്ക കന്യാസ്ത്രീയായി മാറി. ഇപ്പോൾ ആസാമിലെ തേസ്പൂരിൽ ശിശുഭവനിൽ സേവനം ചെയ്യുന്ന സിസ്റ്റർ ആഡലിൻ വ്രതവാഗ്ദാനത്തിൻ്റെ 25ാം വർഷം ആഘോഷിക്കാൻ ഒരുങ്ങുകയായിരുന്നു. ഞാൻ ഏതാനും 2 ആഴ്ച മുന്നേ സിസ്റ്ററിനെ വിളിച്ചപ്പോൾ. മദർ തെരേസയുടെ ആത്മകഥ, ബയോഗ്രഫി, ഓതറൈസ്ഡ് ബയോഗ്രഫി എഴുതിയൊരു വ്യക്തിയാണ് നവീൻ ചോള. അദ്ദേഹം IAS-കാരനായിരുന്നു. ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിട്ടാണ്, ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിട്ടാണ് അദ്ദേഹം റിട്ടയർ ചെയ്തത്. അദ്ദേഹം ഓതറൈസ്ഡ് ബയോഗ്രഫിയിൽ മദർ തെരേസയെ കോട്ട് ചെയ്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? മദർ തെരേസയോട് നവീൻ ചോള ചോദിക്കുകയാണ്, നിങ്ങൾ കൺവർഷൻ നടത്താറുണ്ടോ എന്ന് പറഞ്ഞാൽ മതപരിവർത്തനം നടത്താറുണ്ടോ? മദർ തെരേസ പറഞ്ഞു, ഉണ്ട്, ഞാൻ നടത്താറുണ്ട്. ഞാൻ നിങ്ങളെ ഐ വിൽ മേക്ക് യു എ ബെറ്റർ ഹിന്ദു, എ ബെറ്റർ ക്രിസ്ത്യൻ, എ ബെറ്റർ കാത്തലിക്, ഓർ എ ബെറ്റർ സിഖ്, ഓർ എ ബെറ്റർ മുസ്ലിം. നിങ്ങൾ ഹിന്ദു ആണെങ്കിൽ ഞാൻ നിങ്ങളെ കൂടുതൽ നല്ല ഹിന്ദുവാക്കും. നിങ്ങൾ ക്രിസ്ത്യാനിയാണെങ്കിൽ കൂടുതൽ നല്ല ക്രിസ്ത്യാനിയാക്കും. നിങ്ങൾ മുസ്ലിം ആണെങ്കിൽ നിങ്ങളെ കൂടുതൽ നല്ല മുസ്ലിമാക്കും. അല്ലെങ്കിൽ നിങ്ങൾ സിഖ് ആണെങ്കിൽ കുറച്ചും കൂടി നല്ല സിഖുകാരനാക്കും. ഇറ്റ് ഈസ് അപ് ടു യു ടു ഡു വിത്ത് ഹിം വാട്ട് യു വാണ്ട്. നിങ്ങളാണ് ദൈവത്തോടു കൂടി പ്രവർത്തിക്കേണ്ടത്. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സഹോദരങ്ങളെ, ഒരുപാട് കല്ല് വെച്ച് നുണകൾ എന്ന് പറയുന്ന പോലെ പലരും പലതും പറയുന്നു. പക്ഷെ സത്യം മറ്റൊന്നാണ്. ഈ അടുത്ത കാലത്ത് കണ്ട ഏറ്റവും വലിയ ഭൂകമ്പം ഗുജറാത്തിൽ 2002 വലിയ ഭൂകമ്പം ഉണ്ടായി. ഞാനവിടെ പോയിരുന്നു.
അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ജേർണലിസ്റ്റ് എന്ന നിലയ്ക്ക് 2015 ഏപ്രിൽ നേപ്പാളിനെ പിടിച്ചു കുലുക്കിയ ഭൂകമ്പത്തിന് ശേഷം ഞാൻ അവിടെ ആദ്യം ഒരു 20 ദിവസം കഴിഞ്ഞ് വീണ്ടും 2 ആഴ്ച വീണ്ടും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ ഭൂമി കുലുക്കത്തിൻ്റെ റിലീഫ് വർക്കിനൊക്കെ ആയിട്ട് 5-6 ദിവസം കഴിഞ്ഞ് MC സിസ്റ്റേഴ്സിൻ്റെ കൂടെ റിലീഫ് ഡിസ്ട്രിബ്യൂഷന് പോകുന്നു. മദർ തെരേസ പറഞ്ഞ ദ പൂവറസ്റ്റ് ഓഫ് ദ പൂവർ, അതായിരുന്നു ഈ സിസ്റ്റേഴ്സിൻ്റെ ലക്ഷ്യം. അപ്പം ഞങ്ങൾ ഒരു വണ്ടിയിൽ ഞാനൊക്കെ കൂടി ഈ സിസ്റ്റേഴ്സിൻ്റെ പിന്നാലെ അവരുടെ ടെമ്പോകളിൽ ഗൂഡ്സ് ഒരുപാട് കയറ്റിയിട്ടുണ്ട്. ഒരു 3-4 ടെമ്പോകളുണ്ട്, സിസ്റ്റേഴ്സിൻ്റെ വാൻ ഉണ്ട്. അത് കയറി. പക്ഷെ അത് പോലീസുകാർ തടഞ്ഞിട്ട് പറഞ്ഞു, ഇവിടെ ആരും റിലീഫ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടതെന്ന് സർക്കാർ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾക്ക് തന്നാൽ ഞങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. സിസ്റ്റേഴ്സ് പറഞ്ഞു അത് പറ്റില്ല, നിങ്ങൾ ആൾക്കാർക്ക് ഇവർക്കൊക്കെ കൊടുത്ത് അവസാനിപ്പിക്കും. ഞങ്ങൾക്കതല്ല, ഞങ്ങൾക്ക് ഒന്നും കിട്ടാത്തവരെ തേടി പിടിച്ചിട്ട് ഞങ്ങൾ മലയുടെ മുകളിൽ പോയിട്ട് ഞങ്ങൾ ആൾക്കാരുടെ പേരുകൾ ലിസ്റ്റുകളൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇന്ന് വരെ ആ ഗ്രാമത്തിൽ ആ മലയുടെ മുകളിൽ ആരും എത്തിയിട്ടില്ല, ഞങ്ങൾക്കത് അവിടെ കൊണ്ടുപോയി കൊടുക്കണം. അവർ വാശി പിടിച്ച് അങ്ങനെ പലരായിട്ട് ഫോൺ വിളികളൊക്കെ ഇടപെട്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസ് വരെ വിട്ടും അവസാനം മദർ തെരേസ സിസ്റ്റേഴ്സിൻ്റെ ലോകത്തിൽ ആരും തടയാറില്ല, അതുകൊണ്ട് അവർക്ക് അനുവാദം കൊടുത്തു. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി അവരതൊക്കെ കൊടുത്തു. അപ്പോൾ അങ്ങനെ ആ യാത്രയ്ക്കിടയ്ക്ക് സിസ്റ്റേഴ്സ് പറഞ്ഞു, ഞങ്ങൾ നേപ്പാളിലെ കാഠ്മണ്ഡുവിലെ പശുപതി ടെമ്പിൾ, അത് ബാഗ്മതി എന്ന് പറയുന്ന പുഴയുടെ തീരത്താണ്. അപ്പോൾ നേപ്പാളികളുടെ വിശ്വാസം ഈ ബാഗ്മതി പശുപതി അമ്പലത്തിൽ വെച്ച് മരിച്ചാൽ ഉടൻ തന്നെ അവർക്ക് മോക്ഷം കിട്ടുമെന്നാണ് അവരുടെ വിശ്വാസം. അപ്പോൾ അവിടെ ഒരു ട്രഡീഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഉയർന്ന ജാതിയിലുള്ള കുടുംബങ്ങളിൽ വേണ്ടവർക്ക് 65 വയസ്സ് കഴിഞ്ഞവരെ വേണമെങ്കിൽ ഈ പശുപതി അമ്പലത്തിൽ കൊണ്ടുപോയി അവിടെ താമസിക്കാൻ അനുവദിക്കാം. നമുക്കറിയാം ഇങ്ങനെ പലതും തുടങ്ങി വന്ന് അങ്ങനെ വയസ്സര് വൃദ്ധർ 10-250 പേര്, ചിലപ്പോൾ 500 വരെ എത്തുന്നൊക്കെ പറയുന്നു. അങ്ങനെ വർഷങ്ങളായിട്ട് അവിടെ വൃദ്ധ ഒരു സമൂഹമാണ്. 65 കഴിഞ്ഞ് മരിക്കുന്നവരെ പിന്നെ അവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പിന്നെ ആരും തിരിച്ചു പോകുന്നില്ല. ഈ പശുപതി ടെമ്പിളിന് ചുറ്റിലും അവിടെ അവർക്കൊരു കെയർ സെൻ്റർ ഉണ്ട്, അവിടെ കസ്റ്റോഡിയൻ ഉണ്ട്. ഗവൺമെൻറ്റിൻ്റെ വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റാണ് ആ പശുപതി അമ്പലത്തിൻ്റെ ഈ പരിപാടികളെല്ലാം നടത്തുന്നത്. അവിടുത്തെ വയോജനങ്ങളുടെ ദയനീയ അവസ്ഥ കണ്ട് മദർ തെരേസയെ അറിയിച്ചു. അങ്ങനെ ചിലരൊക്കെ വന്ന് മദർ തെരേസയെ വിളിച്ച് മദർ തെരേസ കാഠ്മണ്ഡുവിൽ പോയി അവിടെ പോയി കണ്ടു. മദർ തെരേസയ്ക്ക് ഭയങ്കര സങ്കടമായി. മദർ തെരേസ അന്ന് നേപ്പാളിലെ രാജ്ഞി ക്വീൻ ഐശ്വര്യയെ പോയി കണ്ട് ക്വീൻ ഐശ്വര്യ വളരെ സന്തോഷത്തോടെ അമ്പലത്തിലെ ഈ വൃദ്ധജനങ്ങളെ ശുശ്രൂഷിക്കാൻ മദർ തെരേസയുടെ സിസ്റ്റേഴ്സിന് അനുവാദം കൊടുത്തു. ആ അമ്പലത്തിൽ സിസ്റ്റേഴ്സിന് താമസിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് തൊട്ടടുത്തൊരു ഹോട്ടൽ തന്നെ മദർ തെരേസയുടെ സിസ്റ്റേഴ്സിന് അറേഞ്ച് ചെയ്തും കൊടുത്തു. അങ്ങനെ 1980 മദർ തെരേസയുടെ സിസ്റ്റേഴ്സ് അവിടെ സേവനം ചെയ്യുന്നു. അപ്പോൾ ഒരുപാട് വോളണ്ടിയേഴ്സ് അവിടെ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് വളരെ അത്ഭുതം തോന്നി. അപ്പോൾ MBA ഉള്ളവരൊക്കെ ഉണ്ട്, അവർ പറയുന്നത് ഇവിടെ വന്ന് ഇവരുടെ കൂടെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞ സന്തോഷമല്ലേ, എനിക്ക് വളരെ സന്തോഷമാണ്. ഒരു MBA-കാരൻ പറഞ്ഞു, ഹിന്ദുവാണ്. അങ്ങനെ ഇതിങ്ങനെ വർഷങ്ങളോളം തുടർന്ന് ഈ സേവനം വളരെ പ്രസിദ്ധമായതോടുകൂടി സർക്കാർ തന്നെ MSW നഴ്സിംഗും പഠിക്കുന്ന കുട്ടികൾക്ക് കമ്പൽസറി ആയിട്ട് ഇൻറ്റേൺഷിപ്പ്, മദർ തെരേസയുടെ സിസ്റ്റേഴ്സ് നടത്തുന്ന ഈ സെൻറ്ററിൽ പോയി ഇൻറ്റേൺഷിപ്പ് ചെയ്താൽ മാത്രമേ അവർക്ക് അതൊരു കമ്പൽസറി ജോലിയാക്കി അവിടെ ഒരു സേവനമാക്കി മാറ്റി. അങ്ങനെ ഇതൊക്കെ ചെയ്യുന്ന നൂറുകണക്കിന് വോളണ്ടിയേഴ്സ് കഴിഞ്ഞ 1980 മുതൽ അവിടെ നടന്നു പോകുന്നു. ഞാൻ ചെന്ന ദിവസം അത് 2015 ജൂലൈ മാസത്തിലാണ്. കാഠ്മണ്ഡുവിലെ ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് ആയിരുന്ന സനത് കുമാർ ബാസ്നറ്റ് എന്ന് പറയുന്ന പോലീസുകാരൻ തൻ്റെ ഏറ്റവും ഇളയ മകനെയും കൊണ്ടുവന്നിരിക്കുക. അവൻ്റെ 11ാം വയസ്സ് ആഘോഷിക്കാൻ. അപ്പോൾ അവർ ചെയ്യുന്നത് എന്താണ്, മദർ തെരേസയുടെ സേവനത്തിൻ്റെ മാഗ്നറ്റിക് ഇഫക്റ്റാണ് കാണുന്നത്. മദർ തെരേസയുടെ സിസ്റ്റേഴ്സ് പോയി അവിടെ ശുശ്രൂഷിക്കുന്നു. അവർ ശുശ്രൂഷ കണ്ട് അമ്പലത്തിൽ വരുന്ന ഹിന്ദുക്കൾ അവരുടെ റെഗുലർ വോളണ്ടിയറായിട്ട് മാറുന്നു. അത് കഴിഞ്ഞ് ആ ആശ്രമത്തിൽ താമസിക്കുന്നവർക്ക് ലഞ്ച് സ്പോൺസർ ചെയ്യാം, ഭക്ഷണം സ്പോൺസർ ചെയ്യാനായിട്ട് പിന്നെ എല്ലാം അവർക്ക് ഒരു ഓട്ടോമാറ്റിക്കാണ്. മദർ തെരേസ എല്ലാ സെൻറ്ററിലും നടക്കുന്നതാണ്. ഒരു ക്രിസ്ത്യാനി പോലും ഇല്ലാത്ത സ്ഥലത്താണ് ഇതൊക്കെ നടക്കുന്നത്. അങ്ങനെ ഞാൻ ഈ IG-യോട് ചോദിച്ചു, ഇൻസ്പെക്ടർ ജനറലിനോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ഈ മകനെ കൂടെ കൊണ്ടുവരുന്നത്? പറയാണ്, ഐ വാണ്ട് മൈ സൺ ടു ഹാവ് ദി സ്പിരിറ്റ് ഓഫ് സർവീസ് ഫ്രം ഹിയർ. സേവനത്തിൻ്റെ പാഠം അവൻ ഇവിടെ നിന്നാണ് പഠിക്കേണ്ടത്. ഒരു ഹിന്ദു രാഷ്ട്രത്തിലെ പോലീസ് IG ആയിരുന്ന മനുഷ്യനാണ് പറയുന്നത്. കൂടുതൽ ചോദിച്ചറിഞ്ഞപ്പോൾ അവിടെ പ്രഹ്ലാദ് ഗിരി എന്ന് പറഞ്ഞൊരു 30ഓളം വർഷം മദർ തെരേസ തുടക്കത്തിൽ മുതൽ ഈ മദർ തെരേസയുടെ സിസ്റ്റേഴ്സ് പശുപതി അമ്പലത്തിൽ ഇപ്പോൾ സർവീസ് തുടങ്ങിയപ്പോൾ മുതൽ അവിടെ സേവനം ചെയ്തിരുന്നത്. അതിൻ്റെ കസ്റ്റോഡിയൻ, ഈ വെൽഫെയർ സെൻറ്ററിൻ്റെ കസ്റ്റോഡിയനായിരുന്ന പ്രഹ്ലാദ് ഗിരി എന്ന മനുഷ്യൻ്റെ വീട് തപ്പിപ്പിടിച്ച് ചെന്ന് അവിടെ പോയി കണ്ടു. അപ്പോൾ അദ്ദേഹം പറയാണ്, ഞാൻ വർഷങ്ങളോളം ഇവരോട് അടുത്ത് പഴകി. അവരുടെ സേവനം, ദേ ആർ ഏഞ്ചൽസ് ഓഫ് ലവ്, സ്നേഹത്തിൻ്റെ മാലാഖമാരാണ് ഇവർ.
മദർ തെരേസയുടെ സിസ്റ്റേഴ്സിനെ കുറിച്ചാണ്. വേറെ ചിലർ പറയുന്നു ഇവർ മനുഷ്യർ മാനസാന്തരപ്പെടുന്നു, അവരെ മനുഷ്യരുടെ മനസ്സുകൾ മാനസാന്തരപ്പെടുത്തി എന്ന് പറയുന്നതാണ്. പക്ഷെ മതം മാറ്റാനല്ല മദർ തെരേസയുടെ സിസ്റ്റേഴ്സ് സേവനം ചെയ്യുന്നത്. പ്രഹ്ലാദ് ഗിരി പറയാണ്, മദർ തെരേസ വന്ന ദിവസമാണ്. അപ്പോൾ മദർ തെരേസ അതിൻ്റെ ഉള്ളിൽ ചെന്നപ്പോൾ ഒരു വൃദ്ധൻ മലത്തിൽ കുളിച്ച് കിടക്കുകയാണ്, ആകെ ലൂസ് മോഷനൊക്കെ ആയിട്ട് ആകെ കിടക്കണം. അപ്പോൾ മദർ തെരേസ എന്ത് ചെയ്തു? ആ മനുഷ്യൻ്റെ മലം സ്വന്തം കൈകൊണ്ടെടുത്തിട്ട് തുടച്ച് മാറ്റി. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ പ്രഹ്ലാദ് ഗിരി എന്ന് പറയുന്ന ആളൊരു ബ്രാഹ്മണനാണ്, അദ്ദേഹത്തിന് ചിന്തിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അദ്ദേഹം അമ്മയോട്, മദർ തെരേസയോട് ചോദിച്ചു, അമ്മ നിങ്ങൾ എന്തിനിതൊക്കെ ചെയ്യുന്നത്, ഇതെങ്ങനെ ചെയ്യാൻ പറ്റണേ? അപ്പോൾ മദർ തെരേസ പറഞ്ഞ മറുപടി നമ്മളൊക്കെ ചിന്തിക്കേണ്ടതാണ്, നമ്മുടെ ജീവിതത്തിലും ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. മദർ തെരേസ പറയാണ്, ഇഫ് യു കെയർ ഫോർ ദം യു ഹാവ് ടു ഡു ഓൾ ദിസ്. നിങ്ങളവരെ ശുശ്രൂഷിക്കുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ നിങ്ങളവരെ സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങൾക്കിതൊക്കെ ചെയ്യാൻ കഴിയണം. അപ്പം ഞാൻ ആലോചിച്ചു, പ്രഹ്ലാദ് ഗിരി പറയാണ്, ഞാൻ ആലോചിച്ചു മദർ തെരേസയ്ക്ക് ഇതൊരു ഹിന്ദുക്കൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ കൂടുതൽ ചെയ്തുകൂടെ? അപ്പോൾ മദർ തെരേസയുടെ ആ പ്രവൃത്തി എത്ര മനുഷ്യരിലാണ് ആ മാറ്റം വരുത്തിയത്. ഇത് ലോകത്തിൻ്റെ പല ഭാഗത്തും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അങ്ങനെ പ്രഹ്ലാദ് ഗിരി കൽക്കറ്റയിലേക്ക് കുടുംബസമേതം പോയി ലീവ് എടുത്ത് കൽക്കറ്റയിൽ ചെന്ന് മദർ ഹൗസ് എല്ലാം കണ്ട് അവരുടെ സേവനം കണ്ടു. പക്ഷേ പ്രഹ്ലാദ് ഗിരി അവസാനം പറയുകയാണ്, അമ്മ ഒരിക്കലും എന്നോട് പറഞ്ഞില്ല നീ ഒരു ക്രിസ്ത്യാനിയാകണം. ഈ എളിയവനിൽ നിങ്ങൾ ചെയ്തപ്പോൾ അതെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത്. ആസ് ലോങ് ആസ് യു ഡിഡ് ഇറ്റ് ടു മീ, ദിസ് മൈ ലീസ്റ്റ് ബ്രദർ ആൻഡ് യു ഡിഡ് ഇറ്റ് ടു മീ. ഇത് സുവിശേഷത്തിൽ മാത്രമല്ല, മദർ തെരേസ സിസ്റ്റേഴ്സിൻ്റെ മിഷണറീസ് ഓഫ് ചാരിറ്റി കോൺഗ്രിഗേഷൻ്റെ ലെറ്റർ ഹെഡിൽ ഈ വാചകം എഴുതി വെച്ചിട്ടുണ്ട്. മനുഷ്യ സഹജമായി ചിന്തിച്ചാൽ ഒരു നൊബേൽ സമ്മാനം കിട്ടിയ മദർ തെരേസ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തോന്നും, വലിയ ആളാണ്, അവർ പെരുമാറ്റം. മദർ തെരേസയെ കണ്ടാൽ നമ്മൾക്ക് അതിശയിച്ചു പോകാം. മദർ തെരേസയുടെ അടുത്ത് ചെന്നാൽ നമ്മുടെ അടുത്ത മഠത്തിലെ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത വീട്ടിലെ ആൻറ്റി പോലെ അത്രയും ഹൃദ്യമായിട്ടുള്ള പെരുമാറ്റമാണ്. ഇതിലും സിമ്പിളായിട്ട് പെരുമാറാൻ ആർക്കും പറ്റുകയില്ല. കാരണം ഞാൻ 1995 പ്രിസൺ മിനിസ്ട്രി ഓഫ് ഇന്ത്യയുടെ നാഷണൽ അസംബ്ലി ഡൽഹിയിൽ സെപ്റ്റംബറിൽ നടക്കുമ്പോൾ അതിൻ്റെ കോർഡിനേറ്റർ, പ്രിസൺ മിനിസ്ട്രി തുടങ്ങിയത് തന്നെ നമ്മുടെ തൃശ്ശൂരിലൊരു സീനിയർ വൈദികനാണ്, ഇപ്പോൾ പാലയൂരിലെ സെൻറ്റ് തോമസ് ഷ്രൈൻ്റെ ആർച്ച് പ്രീസ്റ്റായ ഫാദർ വർഗീസ് കരിപ്പേരി. അപ്പോൾ അദ്ദേഹമാണ് എന്നെ ഈ പ്രോഗ്രാമിനെ കുറിച്ച് അറിയിച്ചത്. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് ഡൽഹി ആർച്ച് ബിഷപ്പായിരുന്ന ആർച്ച് ബിഷപ്പ് അലൻഡി ലാസ്റ്റിക് എത്തിയിരുന്നില്ല. മദർ തെരേസ നേരത്തെ എത്തി. മദർ തെരേസ ഒന്നും അറിയാത്ത പോലെ ഒരു സാധാരണ മനുഷ്യനെ പോലെ വളരെ കൂളായിട്ട് അവിടെ ഒരു ചെറിയ സ്റ്റീൽ കസേരയിലിരുന്നു. അവിടെ സിസ്റ്റേഴ്സൊക്കെ വന്ന് ഇങ്ങനെ നോക്കുന്ന കണ്ടാൽ നമുക്ക് അത്ഭുതം തോന്നും. എന്തോ അവർക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല, മദർ തെരേസയാണ് മുന്നിലിരിക്കുന്നത്. മദർ തെരേസ വളരെ സിമ്പിളായിട്ട് അവരോടിങ്ങനെ കുറേ നേരം സംസാരിച്ച് കഴിഞ്ഞിട്ടാണ് അവസാനം ആർച്ച് ബിഷപ്പ് വന്ന് പ്രോഗ്രാമൊക്കെ തുടങ്ങി. മദർ തെരേസ സംസാരിക്കുമ്പോൾ ആ മുഖത്തുള്ള ഒരു ദൈവിക ബോധം ആർക്കും ഒരാൾക്കത് മിസ്സാവില്ല. മദർ തെരേസയുടെ ആ പുഞ്ചിരിയും ഭാഷയുടെ ലാളിത്യവും ഇതെല്ലാം കണ്ട് അങ്ങനെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് മദർ തെരേസ പ്രസംഗം എല്ലാം പറഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞ് അവസാനം പോകുന്ന നേരത്തെ ഞാൻ മദർ തെരേസയോട് കുറേ നാളായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. മദർ തെരേസയോട് നേരിട്ട് പറഞ്ഞു, എനിക്കൊരു ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റുമോ, ഇൻ്റർനാഷണൽ അമേരിക്കൻ പ്രസിഡന്റിന് വേണ്ടിയാണ്, കാത്തലിക് വേൾഡ് ന്യൂസ്. അപ്പോൾ മദർ തെരേസ പറഞ്ഞു, ഇപ്പോൾ പറ്റില്ല, പിന്നീട് എപ്പോഴെങ്കിലും ആലോചിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ 85 വയസ്സായിട്ട് മദർ തെരേസയ്ക്ക് അന്ന് 95 2 മാസം കഴിഞ്ഞ് ഭാഗ്യം ജീവിതത്തിൽ സുവർണ അവസരമായിരുന്നു. മദർ തെരേസ വീണ്ടും ഡൽഹിക്ക് വന്നിരുന്നപ്പോൾ ഡൽഹിയിലെ മിഷണറീസ് ചാരിറ്റി ഹൗസിൽ അവിടെ ഉണ്ടാകും. അവിടുത്തെ റീജിയണൽ സുപ്പീരിയർ എന്നോട് പറഞ്ഞു, മദർ വരുന്നുണ്ട്, നാളെ രാവിലെ പോകാൻ നമുക്ക് ശരിയാണ്. അങ്ങനെ ആ അസുലഭ ഭാഗ്യം എനിക്ക് കിട്ടി. അങ്ങനെ ഞാൻ മദർ തെരേസയോട് 45 മിനിറ്റ് ഇന്റർവ്യൂ നടത്തി. ജേർണലിസ്റ്റ് എന്ന നിലയിൽ എനിക്ക് നമ്മളൊരു മഠം ഉണ്ട്, എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ആരോട് ഇൻ്റർവ്യൂ ചെയ്യുമ്പോഴും ഡിഫിക്കൽട്ടായിട്ട് ആൾക്കാരെ അരോചകപ്പെടുത്തുന്ന ചോദ്യങ്ങളൊന്നും ആദ്യം ചോദിക്കരുത്. അപ്പോൾ ഞാൻ ആദ്യം വളരെ ശാന്തമായിട്ട് മദർ തെരേസ എത്ര രാജ്യങ്ങളുണ്ട്, എത്ര എങ്ങനെ ചെയ്യുന്നു ചോദിച്ച് പതുക്കെ ക്രിട്ടിക്കലായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് പേടി ഇനി ബൈ ചാൻസ് മദർ തെരേസ ഇൻ്റർവ്യൂ നിർത്തുമെന്ന്. പക്ഷേ എത്ര ടഫായിട്ടുള്ള ചോദ്യം ചോദിച്ചിട്ട് മദർ തെരേസ കൂളായിട്ട് ചിരിച്ച് എനിക്ക് അത്ഭുതം തോന്നി. മദർ തെരേസയോട് ചോദിച്ചു, അവസാനം ഈ കൺവെർഷനെ കുറിച്ച് ചോദിച്ചു. അപ്പോൾ അവർ പറയുന്നത് എന്തെന്ന് എനിക്കറിയുന്നില്ല. അപ്പം മദർ തെരേസ നേരത്തെ പറഞ്ഞതെല്ലാം അവിടെ റിപ്പീറ്റ് ചെയ്യുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് മദർ തെരേസ നമ്മുടെ സഭയിൽ തന്നെ ചിലർ മദർ തെരേസയുടെ വളരെ ക്രിട്ടിക്കലായിരുന്നു. അപ്പോൾ സഭയിൽ തന്നെ ചിലർ പറയുന്നത് അല്പം ഒരു ലിബറേഷൻ തിയോളജി ചായവോടുകൂടി പറഞ്ഞാൽ മദർ തെരേസ ചെയ്യുന്നതിന് തെറ്റാണ്. എന്താണ്? മദർ തെരേസ ദാരിദ്ര്യത്തെ
നിലനിർത്തുകയാണ് ചെയ്യുന്നത്. ധനികരിൽ നിന്ന് കൈശ വാങ്ങിച്ച് പാവങ്ങൾക്ക് കൊടുക്കുന്നു. പാവങ്ങളെ ഉയർത്താൻ മദർ തെരേസ ഒന്നും ചെയ്യുന്നില്ല. സാധാരണ തിയോളജിക്കൽ ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങൾ മീൻ കൊടുത്തതുകൊണ്ട് കാര്യമില്ല, മീൻ പിടിക്കാനുള്ള ചൂണ്ട കൊടുക്കണം എന്ന് പറഞ്ഞാൽ അവരെ എംപവർമെൻറ്റ് ചെയ്ത് അവർക്ക് ജോലി അല്ലെങ്കിൽ അവരെ ചൂഷണത്തിന് എതിർത്ത് നിന്ന് ഈ ദരിദ്രർക്ക് ദാരിദ്ര്യത്തിൽ നിന്ന് കടന്നു വരാനുള്ള ഒരു ഒരു സൗകര്യം ഒരുക്കണം. അതാണ് ക്രിസ്തീയ വിശ്വാസം, ക്രിസ്തീയ സാമൂഹ്യ പ്രവർത്തനം എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം മദർ തെരേസയോട് ചോദിച്ചു, ചിലരൊക്കെ പറയുന്ന അമ്മ ചെയ്യുന്നത് ശരിയല്ല, അമ്മ ഈ ദാരിദ്ര്യത്തെ ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോവുകയാണ്, അതിനെ അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നില്ല. അപ്പം മദർ തെരേസ പറഞ്ഞ വാക്കുകളുണ്ടല്ലോ, നമ്മൾ സ്തംഭിച്ചു പോകും. സഹോദരങ്ങളെ, ഞാൻ ഇവിടെ പറയാൻ എനിക്ക് സന്തോഷമുണ്ട്. കാരണം 2016 മദർ തെരേസയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചപ്പോൾ ടൈം മാഗസിൻ, ലോകത്തിലെ ഏറ്റവും വലിയ മാഗസിൻ എന്നറിയപ്പെടുന്ന ടൈം മാഗസിൻ മദർ തെരേസയുടെ ഏറ്റവും പ്രമുഖമായ 10 കോട്ടുകൾ, 10 വാചകങ്ങൾ, മദർ തെരേസ 1950 മുതൽ മരണം വരെ എന്ന് പറഞ്ഞാൽ 1997 വരെ 47 വർഷത്തിൽ മദർ തെരേസ പറഞ്ഞ ഏറ്റവും ശക്തമായ കോട്ടുകളാണ്. 10 കോട്ടുകൾ ടൈം മാഗസിൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ 2 കോട്ട് എൻ്റെ മദർ തെരേസയുമായുള്ള ഇൻ്റർവ്യൂവിൽ നിന്നായിരുന്നു പറയുന്നത്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ഞാനല്ല പറഞ്ഞത്, മദർ തെരേസ പറഞ്ഞ വാക്കുകളാണ്. ഞാൻ ചില ചോദ്യങ്ങൾ ചോദിച്ചു, അപ്പോൾ മദർ തെരേസ പറഞ്ഞ വാക്കുകൾ. ഇപ്പോൾ കൺവേർഷൻ, ഞാൻ അത് ആ കോട്ടുകളിലേക്ക് വരും മുന്നേ, കൺവേർഷൻ. അപ്പോൾ ഇവിടെ ഇന്ത്യയിൽ പരക്കെ ചോദിക്കുന്ന ചോദ്യമാണ്, മാനവസേവയുടെ ലക്ഷ്യം മാനസാന്തരാണെന്നാണ്. അപ്പോൾ മദർ തെരേസ പറയാണ്, ഗോഡ് ഫോർഗിവ് ദം ഓൾ, ദൈവം അവർക്ക് മാപ്പ് കൊടുക്കട്ടെ, ഫോർ ദേ ഡു നോട്ട് നോ വാട്ട്, അവരെന്താ പറയുന്നത്. കർത്താവ് കുരിശിൽ കിടന്ന് പറഞ്ഞതുപോലെയാണ് മദർ തെരേസ പറയുന്നത്. ഞാൻ പോകുന്നിടത്തൊക്കെ എല്ലാവരോടും പറയുന്നതാണ്, ഐ ആം ഗിവിങ് ഷോയിങ് ദ ലവ് ഓഫ് ഗോഡ് ആൻഡ് വർക്ക്സ് ഓഫ് ലവ് ഓൾവേസ്. മറ്റുള്ളവരെ ബഹുമാനിക്കുക, അവരെ ആദരിക്കുക, ഇതാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ സഭയിലുള്ള വിമർശനത്തെക്കുറിച്ചെല്ലാം പറഞ്ഞു. അങ്ങനെ മദർ തെരേസയോട് ഞാൻ ചോദിച്ചപ്പോൾ മദർ തെരേസ പറഞ്ഞൊരു വാക്കുണ്ട്. എന്താണ്? ചുരുക്കി പറഞ്ഞാൽ ഓരോ കോൺഗ്രിഗേഷനും അതിൻ്റേതായ കാരിസമുണ്ട്. എൻ്റെ കാരിസം എന്ന് പറഞ്ഞാൽ പാവങ്ങളെ സഹായിക്കുക. ഒരാൾ വഴിയിൽ വിശന്ന് കിടന്ന് കണ്ടാൽ ഞാൻ അവിടെ നിന്ന് അവന് ഭക്ഷണം കൊടുക്കും. ഒരാൾ രോഗിയായി കണ്ടാൽ ഞാൻ അവനെ കൊണ്ടുപോയി ശുശ്രൂഷിക്കും. അതാണ് എൻ്റെ കാരിസം. ലിബറേഷൻ ചെയ്യാൻ പറ്റിയവരുണ്ട്, മറ്റുള്ളവരെയൊക്കെ സാമൂഹിക സേവനം ചെയ്യട്ടെ. എല്ലാവരും എല്ലാം ചെയ്യാൻ പറ്റില്ല. മദർ തെരേസയുടെ ഭാഷ വളരെ വിശേഷമാണ്. മദർ തെരേസ ഒരാളെപ്പോലും വിമർശിച്ചില്ല. അവർ പറയുന്നത് തെറ്റുന്നല്ല മദർ തെരേസ പറഞ്ഞു, അത് അവർ ചെയ്യട്ടെ, അവരുടെ ബോധ്യമുള്ളത് അവർ ചെയ്യട്ടെ, എനിക്ക് ബോധ്യമുള്ളത് ഞാൻ ചെയ്യുന്നു. നമുക്ക് എല്ലാവർക്കും പല രീതിയിൽ ദൈവത്തെ സ്നേഹം പ്രഘോഷിക്കാമെന്നാണ് മദർ തെരേസ പറഞ്ഞത്. അങ്ങനെ ആ ടൈം മാഗസിൻ കോട്ട് ചെയ്ത ഈ വാചകമാണ്, ഐ സീ സംബഡി ഡൈ, ഐ പിക്ക് ഹിം. ഞാൻ ഒരാൾ മരിക്കുന്നു കാണുന്നു, ഞാൻ അവനെ എടുത്തു കൊണ്ടുപോകും. ഐ ഫൈൻഡ് സംബഡി ഹംഗ്രി, ഞാൻ ആരോ വിശന്ന് കിടക്കുന്ന കാണുന്നു, ഞാൻ അവന് ഭക്ഷണം കൊടുക്കുന്നു. അവന് നമ്മളെ സ്നേഹിക്കാം, നമുക്ക് അവനെ സ്നേഹിക്കാം. ഐ ഡോണ്ട് ലുക്ക് അറ്റ് ഹിസ് കളർ, ഐ ഡോണ്ട് ലുക്ക് അറ്റ് ഹിസ് റിലീജിയൻ, ഐ ഡോണ്ട് ലുക്ക് അറ്റ് എനിത്തിങ്. എവ്രി പേഴ്സൺ, വെദർ ഹീസ് എ ഹിന്ദു, മുസ്ലിം ഓർ ബുദ്ധിസ്റ്റ്, ഹീസ് മൈ ബ്രദർ ആൻഡ് മൈ സിസ്റ്റർ. ഇതാണ് മദർ തെരേസ പറഞ്ഞത്. ഹിന്ദു ആയിക്കൊള്ളട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ബുദ്ധിസ്റ്റ് ആയിക്കോട്ടെ, അവരെല്ലാം എൻ്റെ സഹോദരന്മാരും സഹോദരിമാരും. ഇതാണ് മദർ തെരേസയുടെ കൺവേർഷൻ. ആരംഭത്തിൽ ഞാൻ പറഞ്ഞു, മദർ തെരേസ പറഞ്ഞു, ഐ എം എ പെൻസിൽ, സ്മോൾ പെൻസിൽ ഇൻ ദ ഹാൻഡ് ഓഫ് ഗോഡ്. സഹോദരങ്ങളെ, ഈ ലോകത്തെ മാറ്റിമറിക്കാൻ കഴിഞ്ഞ ഈ 5 അടിയുള്ള മദർ തെരേസയ്ക്ക് ഇത് കഴിഞ്ഞെങ്കിൽ നമ്മൾക്കും നമ്മുടെ ജീവിത സാഹചര്യത്തിൽ ചെറിയ പെൻസിലുകളായിട്ട്, ദൈവത്തിൻ്റെ പെൻസിലുകളായി നമ്മൾ പെരുമാറിയാൽ ഈ ഭൂമി സ്വർഗമായി മാറും. മദർ തെരേസ മറ്റുള്ളവരെ സ്നേഹിച്ചു, സേവിച്ചു, അവരെ അനുഗ്രഹിച്ചു. മദർ തെരേസയെ വൂഡ്ലാൻഡ്സ് ഹോസ്പിറ്റലിൽ നിന്ന് അവസാനമായിട്ട് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോകുന്ന വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. മദർ തെരേസ എന്താ ചെയ്യുന്നത്? അവിടെയുള്ള ഡോക്ടേഴ്സിനെയും നഴ്സുമാരെയെല്ലാം അവരെ അനുഗ്രഹിക്കുകയാണ്. അവരെ അനുഗ്രഹിച്ചിട്ട് മദർ തെരേസ വീൽ ചെയറിൽ കയറി. അത് കഴിഞ്ഞ് മദർ തെരേസയെ ആംബുലൻസിൽ കയറ്റി മദർ ഹൗസിലെത്തുന്നു. അത് മദർ ഹൗസിലേക്കുള്ള അവസാനത്തെ എൻട്രിയാണ് മദർ തെരേസയുടെ. കാരണം അതിനുശേഷം പിന്നെ മദർ തെരേസ ആശുപത്രിയിൽ പോകാൻ സമ്മതിച്ചില്ല. അങ്ങനെ വൂഡ്ലാൻഡ്സ് ഹോസ്പിറ്റലിൽ നിന്ന് മദർ തെരേസയെ മദർ ഹൗസിൽ കൊണ്ടുവന്നപ്പോൾ ആ സ്ട്രെച്ചറിൽ കിടന്ന് മദർ തെരേസ കാണിച്ചത് നോക്കുക. മദർ തെരേസ എല്ലാവരെയും ആശീർവദിക്കുകയാണ്. ഗോഡ് ബ്ലസ് യു. ഇതാണ് മദർ തെരേസ എവിടെ പോയാലും ചെയ്ത്. നമ്മൾ 1-ാം ഭാഗത്തിൽ കണ്ടു മദർ തെരേസയുടെ വിസിറ്റിംഗ് കാർഡ്. ഒന്ന് നോക്കി, ആ വിസിറ്റിംഗ് കാർഡ് വായിച്ചു നോക്കി. ഇതാണ് മദർ തെരേസ.
ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സെന്റ് തെരേസ ഓഫ് കൽക്കട്ട ബ്ലസ് യു. വിശുദ്ധയായ മദർ തെരേസ നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.